ഓണം ഒത്തുചേരലിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമായി കേരളീയർ ആചരിച്ചു വരുന്ന ഉത്സവമാണ്. ഇത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമാണ്. ജാതിമത ഭേദമന്യേ കേരള ജനത ഒന്നടങ്കം ഓണസദ്യ ഉണ്ടും ഓണപ്പൂക്കളം ഒരുക്കിയും വിവിധ സാംസ്കാരിക പരിപാടികളിൽ പങ്കുചേർന്നും പരസ്പര സൗഹൃദവും സന്തോഷവും ഊട്ടിയുറപ്പിക്കുന്നു. ഉത്സവങ്ങളും ആഘോഷങ്ങളും സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പരസ്പര കൂട്ടായ്മയുടെ സന്തോഷമാണ്. നമ്മുടെ വീടുകളിൽ ഇരുന്നാണെങ്കിലും പരസ്പരം കാണുന്നതിനും സ്നേഹം പുതുക്കുന്നതിനും ഇത്തരം വെർച്വൽ ആഘോഷങ്ങൾ നമ്മെ സഹായിക്കുന്നു. അത്തരമൊരവസരം നമ്മുടെ ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെയും സേവിക സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി യുവജന സഖ്യം പ്രസിഡന്റായ റവറൻഡ് കറിയ ജോൺ അച്ഛനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ ലോകം മുഴുവനും കടന്നു പോകുന്നു. എങ്കിലും അതിൻ്റെ മധ്യത്തിലും ഓരോ ദിവസവും പ്രത്യാശയോടുകൂടെ ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഇപ്രകാരം യുവജന സഖ്യത്തിൻ്റെയും സേവിയാ സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ വർഷത്തെ ഓണം പ്രോഗ്രാം ക്രമീകരിക്കുവാൻ അവിടുന്ന് ഒരുക്കി തന്ന മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവരാജ്യ ദർശനമായ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ദൈവത്തോടൊത്തു വസിക്കുന്ന സമത്വസുന്ദരമായ ഒരു ലോകജീവിതം ഈ ഭൂമിയിൽ സാധ്യമാകുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ ഒരു സമൂഹം കെട്ടുപണി ചെയ്യുവാൻ, അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലുവാൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ പങ്കുചേരുവാൻ, നീതിബോധമുള്ള സത്യസന്ധമായ സമർപ്പണത്തിന് നാളുകളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഈ ഓണം പ്രോഗ്രാമിൽ വിവിധ രീതിയിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ കൂടിവരവ് സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും അവസരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. അസമാധാനം നിറഞ്ഞ ലോകത്തിൽ ആശ്വാസവും സമാധാനവും പകർന്നു നൽകുന്ന ഒരു മനോഹര ഗാനം ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നു. ആശിഷമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാരങ്ങളേ. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. ആശിഷമാരിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാകും കുന്നുവള്ളങ്ങളിൽ മേലും വന്മഴയും ചോരക്കേ. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. ആശിഷമാരിയുണ്ടാകും എത്ര നാം നിന്നു പെയ്കിൽ, പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേയും നേരത്തിൽ. ആശിഷമാരി
ആശിഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. നമ്മുടെ ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിന് ആത്മാർത്ഥതയോടും സമർപ്പണത്തോടും കൂടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന യുവജന സഖ്യം സെക്രട്ടറിയായ മിസ്റ്റർ ജെഡൻ മാത്യുവിനെ സ്വാഗതത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കള്ളവും ചതിയുമില്ലാത്ത കേരളക്കരയുടെ നല്ല ഇന്നലകളെ ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. First of all, I would like to thank God for helping us be able to conduct this program through online platform even during the setbacks of COVID-19. I take this opportunity to welcome our vicars, Reverend Dr. Sabu Philip and Reverend Scaria John. It's a privilege to have them amongst us. I heartily welcome our chief guest, Dr. K.T. Thompson. He is retired as the director and professor from the School of Industrial Fisheries, Cochin University of Science and Technology, and also has a long teaching and research experience. We welcome you, sir. I would like to welcome our Edabaka Secretary, Mr. Shibuji Aip. I would also like to welcome all our parish members, our senior members, Sevika Sangam members, Yuvajana Sakhya members, Sunday school students, and everyone who's attending this session. I welcome all of you on behalf of Sharon Marthoma Yuvajana Sakyam. With this, I would like to conclude and wish you all a very happy Onam. ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിന് ഊർജ്ജസ്വലമായി നേതൃത്വം നൽകി വരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റെവറൻ ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനെ പ്രാരംഭ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. വീണ്ടും വരുന്ന കർത്താവേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. മലയാളികളുടെ മഹത്തായ ഉത്സവമാണല്ലോ ഓണം. ജാതി മത ലിംഗ രാഷ്ട്രീയ പരിഗണനയ്ക്കപ്പുറമായി മലയാളികൾ ഒത്തുചേരുന്ന ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഉത്സവം എന്നത് ഉത്സാഹം പകരുന്നതാണ്. ഓണക്കാലവും ഓണപ്പാട്ടും ഓണത്തിൻ്റെ വിഭവങ്ങളും ഓണക്കളികളും ഓണക്കോടിയുമെല്ലാം മനോഹരങ്ങളായ സങ്കല്പങ്ങളും മഹത്തായ പ്രതീക്ഷകളുമാണ്. ഈ വർഷവും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പരിമിതമായിട്ടെങ്കിലും ഓണാഘോഷങ്ങൾ നടത്തുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാം. വിശാലമായ അർത്ഥത്തിൽ ഓണം ഒരു ദേശീയ കാർഷിക ഉത്സവമാണ്. ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും മഴക്കാലത്തിൻ്റെയും ഓർമ്മകൾ ഉള്ള കർക്കിടക മാസം വിട പറയുകയും കൊയ്ത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും പ്രതീക്ഷ നൽകുന്ന പൊന്നും ചിങ്ങമാസം ആഗതമാകുകയും ചെയ്യുമ്പോൾ ആ കൊയ്ത്തിൻ്റെ അതിൻ്റെ സന്തോഷത്തിൻ്റെ ദുരിതങ്ങൾ പോയി പറഞ്ഞതിൻ്റെ ഓർമ്മയെ ആഘോഷിക്കുന്ന മഹത്തായ ഒരു കാർഷിക ആഘോഷം. മലയാളികളുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മബോധത്തിൽ കൂടിയാണ് ഓണമെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു കാർഷിക ആഘോഷം മാത്രമല്ല, ഒരു ഒത്തുചേരലിൻ്റെയും കൂടിവരവിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാ പരിമിതികൾക്കപ്പുറമായ ആഘോഷത്തിൻ്റെയും അനുസ്മരണം കൂടിയാണ്. എല്ലാ ഉത്സവങ്ങളോടും അനുബന്ധിച്ച് ഒരു കഥ കാണും, ഒരു കൽപ്പിത കഥ. ഓണവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. മഹാബലി എന്ന മഹാനായ രാജാവിനെ വാമനൻ എന്ന കുള്ളനായ ബ്രാഹ്മണൻ ചതിയിലൂടെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും വർഷത്തിലൊരിക്കൽ തൻ്റെ ജനത്തെ കാണുവാൻ വരുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹം വരുന്നതിൻ്റെ ആഘോഷമാണ് ഓണമെന്നുമുള്ള ഒരു കഥ, ഒരു ഐതിഹ്യം ഇതോടനുബന്ധിച്ച് ഉണ്ട്. അതൊരു ഹിന്ദു മിത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കേവലം ഒരു ഉദാരമതിയായ രാജാവിനെ ഉപായത്തിൽ ഇല്ലാതാക്കിയതിൻ്റെ കഥയായി ഓണത്തെ കാണുമ്പോൾ അതൊരു ദുഃഖസ്മരണയാണ്. എന്നാൽ മറ്റൊരു വശത്ത് പറയുമ്പോൾ ഓണം
കള്ളവും ചതിയുമില്ലാത്ത, പുളിവചനങ്ങൾ ഒട്ടുമില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ചുള്ള അനുസ്മരണം കൂടിയാണ്. അതൊരു കഴിഞ്ഞ കാലമായിട്ടല്ല, നമ്മൾ എത്തിച്ചേരേണ്ട ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, മൂല്യബോധങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൂടെ നൽകുന്നുണ്ട് ഓണത്തിൽ. അതുകൊണ്ട് അത്തരത്തിൽ ഓണത്തെ കാണുമ്പോൾ ഓണം ഒരു സന്തോഷത്തിൻ്റെ അർത്ഥമാണ് നൽകുന്നത്. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷിക്കുമ്പോൾ രണ്ട് ഓർമ്മകൾ എത്തിപ്പെടാറുണ്ട്. ഒന്ന് ഓണവാരവേലയുടെ ഓർമ്മയാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഓണകാലഘട്ടങ്ങളിൽ നമ്മളെല്ലാ ജംഗ്ഷനിലും ഓണവാരവേലയുടെ മീറ്റിംഗ് നടത്തുമായിരുന്നു ഉച്ചകഴിഞ്ഞ്. യേശുവിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും വരുവാനുള്ള പ്രധാന വരവിനെക്കുറിച്ചുമൊക്കെ അനുസ്മരിപ്പിക്കുകയും പ്രസംഗിക്കുകയും മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. ഇത്തരം ഓണവാരവേലയിൽ ഞാൻ പലപ്പോഴും പങ്കെടുത്തിട്ടുമുണ്ട്. ഇന്ന് അതിനുള്ള സാഹചര്യം ഇല്ല. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയൊരു കാലത്തിൻ്റെ ഓർമ്മ മാത്രമല്ല ഓണം. കർത്താവ് വീണ്ടും വരുമെന്നും ഈ ലോകത്തിനപ്പുറമായ പ്രത്യാശ നമ്മളെ നിറയ്ക്കുമെന്നും എല്ലാം നീതീകരിക്കപ്പെടുമെന്നും നീതിയും സമൃദ്ധിയും സമാഗതമാകുമെന്നുള്ള പ്രതീക്ഷയുടെ ആഘോഷം കൂടിയായ ഓണത്തെ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ ഓണാഘോഷം പണ്ട് മുമ്പ് നടന്നതിൻ്റെ ഓർമ്മയായിട്ടല്ല, വരുവാനുള്ള ദൈവരാജ്യത്തിൻ്റെ അനുസ്മരണമായി ആഘോഷിക്കുവാനാണ് കൂടുതൽ പ്രസക്തി. നമ്മൾക്ക് അത്തരത്തിൽ ഈ ഓണത്തിൽ പങ്കെടുക്കാം. എന്നാൽ ജാതിമത ഭേദമന്യേ ഒരു സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെയും പങ്കിടലിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ അടയാളമായി ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഓണ നാളുകളിൽ ഇത്ര പരിമിതമായിട്ടെങ്കിലും ഇങ്ങനെ ഓണാഘോഷം സംഘടിപ്പിച്ച യുവനസംഘത്തെ അഭിനന്ദിക്കുകയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിലൂടെ ദൈവം നമ്മളെ കാക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷകരമായ സമൃദ്ധമായ ഓണാശംസകൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചിന്തകളെയും ബോധങ്ങളെയും ഉണർത്തി ഞങ്ങളുടെ ബോധത്തെ പ്രകാശമാനമാക്കിയ അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായിട്ട് ഓണത്തിനെ പറ്റി ഉള്ള ഒരു PPT പ്രസൻറ്റേഷൻ അവതരിപ്പിക്കും ദാൻ മോത്തി ജേക്കബ്. Hi everyone, I'm Dan M. Jacob, and today I'm going to give you all a presentation on the Onam's origin and what's its speciality on each day. Onam is the most important harvest festival of Kerala. It is held of remembrance of the mythical King Mahabali's selfless deeds and his golden rule of the state. According to the legend, King Mahabali visits the state every year during the Malayalam month of Chingam, and consequently, Onam is held around this time. The festival goes on for 10 days. So let's take a look at the speciality of each day from Attam to post-Onam celebration. Attam, the first day. The first day of Onam starts with a grand procession at Tripunithara called Athachamayam. Previously a military procession headed by the Kochi Maharaj post-independence. The event has become a flamboyant display of the state's rich culture, complete with elephant processions, folk art presentations, music and dancing. Athachamayam is a spectacular event with a major crowd. Chitra and Chodi. The next 2 days of Onam are generally categorized by the ritual laying of the Pookalam, a ceremonial flower arrangement. These days also witnesses a lot of shopping and activities. Vishagam and Aniram, one of the most auspicious days of Onam. Vishagam sees a lot of hustle and bustle in the markets across Kerala. It also heralds the start of many Onam-related competitions like the Pookalam competition. Then the next day, Aniram, the 5th day of Onam, of the great Vallamkali in Kerala. A mock race is conducted on this day at Aramula as a dress rehearsal for the famed Aramula boat race held after the Onam.
Triketa and Moolam. The 6th day sees a surge in public frenzy as most of the public offices and schools start issuing holidays. Onasadya starts on the 7th day. This day also sees a myriad cultural festivities of Kerala with dances like the Pulikali and Kaikotali on the display. Beautifully illuminated streets and fireworks lit up the night in Kerala. Puradam and Uttaradam. The 8th day features ritual washing and Vamana procedure by the smearing with rice flour batter by the household. The 9th day is celebrated in great grandeur and gaiety. This day is also Christian festival, since it marks the descent of King Mahabali to Kerala. Preparation for the grand Onam buffet to be held the next day are begun with great gusto in the evening. Thiruvonam. This day is also called Second Onam, marked as the return of King Mahabali to his favored land Kerala, as per the boon he received from Vamana to meet his subjects and bless them. Special prayers are held in temples, sweets are distributed in churches and mosques, highlighting the secular nature of the festival. A larger-than-life Pookalam is created to welcome the King Mahabali. Then the post-Onam celebration. The 2 days that follow Thiruvonam are celebrated as the third and the fourth Onam respectively. The third Onam, called the Avitam, marked the preparation of King Mahabali for ascension to heaven. The day is characterized by the immersion of the Onam statue. The fourth Onam, called Chadayam, officially celebrates the conclusion on this day with a splendid dance festival in Tirunelveli. I conclude my words by saying that even though Onam is based on Hindu mythology, it is a festival that is celebrated by Malayalis of all religions. It is thus a festival that fosters communal harmony throughout the state of Kerala and also the Malayalam community all out the world. I wish you all a prosperous, healthy and a safe Onam. Thank you. ഓണത്തിൻ്റെ ആനന്ദവും സന്തോഷവും ഒരു ഗാനരൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു കുഞ്ഞു മനസ്സിനെ ക്ഷണിക്കുന്നു. നമ്മുടെ നാടിൻ്റെ കൊയ്ത്തുത്സവമാകുന്നു ഓണം. പൂക്കളവും ഓണപ്പാട്ടുകളും സദ്യവട്ടങ്ങളും കൊണ്ട് ഈ ഉത്സവം കെങ്കേമമാക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണം ഷാരോൺ സൺഡേ സ്കൂൾ ആശംസിക്കുന്നു. നീ വരൂ പൊന്നോ
ഓണം. മനോഹരമായ ഒരു ഓണഗാനം നമുക്ക് സമ്മാനിച്ചതിനായി നന്ദി. വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു കായിക മത്സരമാണ് വള്ളംകളി. ചടുലവും താളനിബന്ധവുമായ ചലനങ്ങളാണ് വള്ളംകളിയുടെ പ്രത്യേകത. ആ അനുഭവത്തിലേക്ക് നയിക്കുവാനായി സേവിക സംഘ അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഓണാഘോഷങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒന്നാണല്ലോ വള്ളംകളി. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വഞ്ചിപ്പാട്ട്. അപ്പോ സൃഷ്ടികർത്താവായ ദൈവം തീവ്രത്തോ തകതത്തോ തകതൈതോ സർവശക്തനായ ദൈവം തകതൈതോ സർവശക്തനായ ദൈവം തുണച്ചിടണമേ സർവശക്തനായ ദൈവം തുണച്ചിടണമേ. ഓ തീവ്രത്തോ തകതത്തോ തകതൈതോ കോവിഡിന്റെ നടുവിലും കോവിഡിന്റെ നടുവിലും തളരാത്തോരുണർവോടെ തളരാത്തോരുണർവോടെ തീവ്രത്തോ തകതത്തോ തകതൈതോ കറുത്ത ചിറകു വെച്ചു കറുത്ത ചിറകു വെച്ചോരെ എന്ന പിട പോലെ ചിറകു വെച്ചോരേ പിട പോലെ തീവ്രത്തോ തകതത്തോ തകതൈതോ കുതിച്ചു കുതിച്ചു പായും കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ കുതിച്ചു പായും കുതിര പോലെ. ഓ തീവ്രത്തോ തകതത്തോ തകതൈതോ കേരം തിങ്ങും കേരള നാട്ടിൻ കേരം തിങ്ങും കേരള നാട്ടിൻ ആവേശത്തിൻ പാട്ട് കേരം തിങ്ങും കേരള നാട്ടിൽ ആവേശത്തിൻ വഞ്ചിപ്പാട്ട്. തീവ്രത്തോ തകതത്തോ തകതൈതോ കുട്ടനാട്ടിൻ ഇരടികൾ കുട്ടനാട്ടിൻ ഇരടികൾ മുഴങ്ങുന്നു ലോകമെങ്ങും നീരടികൾ മുഴങ്ങുന്നു ലോകമെങ്ങും. തീവ്രത്തോ തകതത്തോ തകതൈതോ വയലും കായലും പിന്നെ വയലും കായലും പിന്നെ പുഴയും കടലുകളും വയലും കായലും പിന്നെ പുഴയും കാടലുകൾ. തീവ്രത്തോ തകതത്തോ തകതൈതോ മരിവില്ലിൻ നിറമേകും മരിവില്ലിൻ നിറമേകും ജലകണങ്ങൾ നിറമേകും ജലഗണങ്ങൾ. ഓ തീവ്രത്തോ തകതത്തോ തകതൈതോ വിശേഷങ്ങളിനെയും വിശേഷങ്ങളിനെയും പറഞ്ഞു തീരബന്ധം വിന വിശേഷങ്ങളിനിയും പറഞ്ഞു തീരാബന്ധം വീണ. തീവ്രത്തോ തകതത്തോ തകതൈതോ വിശക്കുന്നു നമുക്കത് വിശക്കുന്നു നമുക്കത് സഹിച്ചുകൂടാതെ വിശക്കുന്നു നമുക്കത് സഹിച്ചുകൂടാ. ഓ തീവ്രത്തോ തകതത്തോ തകതൈതോ വരട്ടെ 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 സോദര സോദരിമാരെ പോയി വരട്ടെ സോദര സോദരിമാരെ. തീവ്രത്തോ തകതത്തോ തകതൈതോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണം. തീവ്രത്തോ തകതത്തോ തകതൈതോ തീവ്രത്തോ തകതത്തോ തകതൈതോ
ചെയ്തോ അപ്പോൾ നിറയോ 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 ഊർജം നമ്മിൽ നിറച്ച ഗാനാനുഭവത്തിന് സേവ്ഗ സംഘ അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് മുഖ്യ സന്ദേശം നൽകുവാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് ഡോക്ടർ KT തോംസൺ ആണ്. ദീർഘമായ അധ്യാപനവും ഗവേഷണ പരിചയവും കൈമുതലാക്കി സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ആൻഡ് കുസാറ്റിൻ്റെ ഡയറക്ടറും പ്രൊഫസറുമായി സേവനം അനുഷ്ഠിച്ചു വിരമിച്ചു. നിരവധി വിദേശ രാജ്യങ്ങളിലെ ആഗോള നെറ്റ്വർക്കുകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും ഭാഗമായിരുന്നു അദ്ദേഹം. ഡോക്ടർ KT തോംസൺ നമ്മുടെ ഇടവാംഗവും വെണ്ടർലാൻഡ് നോർത്ത് പ്രയർ ഗ്രൂപ്പ് അംഗവുമാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ഓണാഘോഷത്തിന് മുഖ്യ സന്ദേശം നൽകുവാൻ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനായി അദ്ദേഹത്തെ വിനയത്തോടെ ക്ഷണിക്കുന്നു. Good morning, everyone. Very good morning. First of all, I take this opportunity to thank the organizers, the Secretary, Marthoma Yuvajana Sakyam, Alarivattam Sharon Marthoma Church, Reverend Dr. Sabu Philip Pachin, and Reverend Scaria Jonathan, for giving me this opportunity to address this esteemed gathering of youth and women. Today is a great day. Happy Onam to you all. I have been asked to share my memories on Onam and to offer an advice, if possible, to our youth. Very difficult task indeed. For this purpose, I title my small presentation as follows: Festivals in a Modernizing Multicultural Society, Reflections on Onam. This title has been very carefully coined to highlight some of the important stress and strains and enjoyments the multicultural society enjoys and suffer in general cultural festivals in the context of Onam. So I begin my presentation by narrating my own memories as a child and also as an adult, and argue how festivals act as instruments for communication, socio-political mobilization, and social transformation. In fact, all these things are very complicated subjects in itself, but I'll try to give some justice to all these three aspects, because these elements are very crucial in understanding the role of festivals in everyday's mundane life. And finally, I introduce how modern festivals originate to address contemporary issues like environmental crisis and climate change, a domain where I have been working on for quite some time with scientists and social scientists and artists from different parts of the world. So if time permits, I will comment on these aspects too. So festivals play an important role in nation building. And that is why these are important as political instruments and instruments for social transformation. Because festivals are public celebrations, it involves mass of people. It collects masses by spinning together various feelings of isolated individuals and communities. Sometimes these are held regularly at some place, but often expands the territorial boundaries and becomes mostly sometimes diasporic. As people move from one station to the other stations, as Malayalis celebrate Onam in the Gulf region, they celebrate this in Europe, in America, and so on and so forth. There's plenty of such activities organized at different locations. This is a time when community histories, values, and ideologies and identity are jointly shared.
So festivals are therefore important because it gives us a chance to look back your history. And why that is important? Because it is always nice to see your origins, to lead a comfortable life today, and to guide the future generations to comfortably move forward to an uncertain world. Festivals in general reflect how diverse communities share fundamental values and worldviews to form their multicultural identity. I'm saying this because festival celebration is not an easy thing, because there are different kinds of value systems, worldviews come together in the process of celebration or in the practice of celebration. And therefore, these are domains of contestation as well as domains of conflicts and domains of cooperation, enjoyment, and things of that kind. And Onam is, in fact, not an exemption to all these possibilities that I have been mentioning. The other advantage of festivals is that it could enhance social capital through inter-community exchanges because of this feeling of Malayali. And this enhances these relationships. And through the social exchanges, it increases the social capital. But most often, there is this negative side of this negotiation is that through the whole process or the practice of these festivals over time, it could most often lead to exclusion of some ethnic groups or social groups, as we experience in modern day celebrations. So, and therefore, all festivals have to be very carefully planned and guarded and organized if its objectives are to be met. Now, with this general introduction, let's very quickly look into Onam in this perspective. The story of Onam is well known. I don't have to explain this story, but I'll just tell you that there is in one sentence. This story is this. An Asura tribal king, Mahabali, he belongs to an Asura community, defeated gods. You see, the story goes like this, and began to rule all the three worlds. People loved him so much that gods got insecure and authorized their supreme commander, Lord Vishnu, to end Mahabali's regime. So it's projected as a conflict between the king and the god. The gods were supposed to guard and protect the king, but the god, so long as he does good things, and this gentleman was doing very good things, which is appreciated by people, various communities, diverse, multicultural, belonging to different. Our society was a caste-based society at that point of time, that period of time. Now, this is a little surprising how this story, this narrative, is projected like this. To me, it appears that Onam represents a social disaster, which should not have happened, where gods working against the king and the people. And communities decide to re-establish an egalitarian society through their repeated participation is therefore worth mentioning. That's one of the important elements in Onam. Every year we come together and we express our solidarity to a governing order where this egalitarianism, irrespective of a child or an adult or a youth or a woman and marginalized communities, and this disappears. And this is a great dream and expectation of every Malayali, and for any festival is this. And Onam to me, and therefore, is the first social disaster, which honestly we do not want to, we hate to occur. And we celebrated these memories through various ways. People came together, they participated in boat races, Valangali. There was a tiger dances, Pulikali. There is this god worships. Different kinds of gods were brought together and worshipped. You have Onatapans. There are different tribal groups have their own ways of
enrolling into the Onam process celebrations and all that. Women, as usual, women were dancing, It's probably a very contested domain where the male dominancy attached to the women's role in the public. Dance, mask, dance is using mask. The use of mask, in fact, is a very, very popular way of hiding yourself and expressing your feelings to certain processes. You see this in the Venice Festival. I have little things about, I have been in Venice and talking about the Venice Festival. You can look at the internet and find out what is this Venice Festival sort of thing. And it is resemblance to the Kerala contest, particularly because one of the towns nearby is known as the Venice of the East. There are several Venice of the East where it relates to colonialism and colonial influences on natural and environmental resources in several parts of the world, and how such celebrations were originated and practiced in modern days. Martial arts, tug of war, tumbitullal, music, costumes, folk songs, among other things. So this is what Onam is all about. So having said that, I had certain slides which due to technical reasons I'm unable to show. But all these things are on the internet, and therefore you can have a look at these things and enjoy yourself. Now, what I'm trying to tell you is that how I participated. I means, as a representative, Christian child or youth and adult participated in the whole process and looked at the whole process as a child, as an adult. You see this in Corinthians chapter 13, verses 11 or so. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, സംസാരിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളെല്ലാം തിരിച്ചു കളഞ്ഞു. Because I knew that something serious is hidden in the whole process of, festival celebration. And this needs to be very carefully carved out and exposed to truthfully and meaningfully participate in the whole process of festival celebration. Well, as everybody, as a Christian child, Onam was about new clothes. Onam was about flowers. Onam was about food, get good food. It was about dance. It was about games. Fantastic, very good. But as I already mentioned, the real meaning of Onam as a social disaster, I never knew that this is something different. The way in which festivals have been used by the political machinery and the power hierarchy, and to enroll people for various purposes. As we move on, we will show how the Kerala Indian context, the whole idea of festival mobilization has been used for various purposes. As a youth, we were in jails. And in fact, we were closely working with our most reverend, John Jonathan, at that point of time. We visited Viyur jails, proclaiming that there is a Jesus who loves you. When you come out, we are ready to receive you and take back you to a civilized society which care you, which care your family, which care your children, which care your women, and so on and so forth. And that was very wonderful. We all enjoyed working with the priests who really committed to the real cause of society and the youth development. Our attendants are also doing a very wonderful job. Very happy that this is still continuing in our Marthamite tradition. We were preaching gospel on streets, what we call the Ona Vara Vela. For various reasons. A time when power of music was used for collective action. This was the time when we were enrolled in music. We were attracted to Christian music. I was attracted to the 4 parts music at that time, where Anilinde Muta Sahodaran, music college principal Arun. We were using music for collective action, for preaching gospel, but we were singing diverse tone. We were singing in tenor, soprano, and that is when I got attracted to biodiversity research, how diversity could produce harmony, which is basically an Eastern ideology of social mobilization. In a society where diverse castes,
and class interact, there is still possibilities of making collective action for societal transformation, societal change, is what really motivated me at that point. These are value systems, in fact, inculcated at that period of time, which in fact shaped our social commitment to the society at large as global citizens. Nobody prevented us, the true world of secularism. So therefore, one of the feelings that as youth and as a child and a youth that festival should communicate is a feeling of togetherness, is a feeling of secularism, is a feeling of collective action for modernizing the society. I was maturing then, and the social complexities mounted not only in Kerala but in the whole India too. Public celebrations became extremely difficult due to caste class conflicts and political interventions. The story and practice of Onam. Now, then actually really what is really happening is very interesting, that there is this whole the dynamics in the Kerala and also the mobility of the Kerala people for livelihoods to other parts of the world, mainly the evolution of diaspora and the subsequent inflow of migrant workers, financial capital, and all these things together. You see, if you look at some of the religious enrollment as a Christian, how you enroll in Onam celebrations, Onam. I'm not going to the theology aspects related to that. Our priest may be able to explain you these arguments for and against participation. And these debates are also well known to us. We really don't want to get into these kinds of theological social debates at this point of time. But as a matter of fact, is this the Roman Catholic tradition? In fact, if you look at some of the images, some of the videos or the images on the internet, you'll see that there is Jesus Christ inscribed in Pookalam. This is how we look at it. And there's one where this Vamana is bowing down the feet of the Mahabali, the inversion of the whole social disaster which occurred in the past. And there's a priest with Christian, the traditional Hindu dress of this traditional dress, performing Christian rituals and Divya Beli and all that. And the nuns, in fact, celebrating, singing Tiruvadirukali and all these kinds of songs. And the Muslim communities were also enrolled into the whole process of celebration. Whether they do it of their own will or forced, we really do not know at this point of time. Even at this point of time, we really do not know what's really the motivation behind that. What we blind ourselves and believe that this is a very free, voluntary enrollment and mobilization to the whole process of festival celebration that is occurring in this country and abroad. Even the Marthamites, the diasporic churches in the US, in Mumbai, and several other places, got into this kind of celebration very actively. Some people with playing Christian skits at that time and things of that kind, forgetting the real meaning of this collective action and social mobilization during Onam festivals. One of the important things that need to be bear in mind is the use of festivals as a political instrument. And this we saw sometimes when the BJP was entering into the Kerala politics, where this post of their veteran leader, president that time, Amit Shah, is very popular. And the debates are also well known to all of us who very carefully watch the political movements and Christian existence in this part of the world. Where he was highlighting the Vamana, in fact. Vamana is praising Vamana and praising Vamana instead of, the Mahabali, who's the major player in this thing. Onam is an instrument for social mobilization. There is no doubt about this. It mobilizes people. It's a medium of political mobilization. It's a medium of communication and things of that kind. It's basically a Hindu festival, is it not? Initially, joined later by other religious groups for various reasons, voluntarily or involuntarily. We joined this festival for various reasons, knowingly or unknowingly.
festival of redistribution. This is, in fact, a festival of redistribution. Whatever wealth we accumulated. You know, I am an economist by training. We teach how to make wealth. We also teach how to redistribute wealth because we feel that redistribution of wealth is the engine of further development and sustainable development. And therefore, accumulation and redistribution is very crucial for the harmonious transformation and social change of any society. And Onam is a time where we really start worrying about redistribution and struggle against accumulation. It's a dream for egalitarian society. It's a dream for composing an egalitarian society. What is common to the Hindu tradition and the Christian tradition is that this is a great sacrifice. It is Beli. It is Divya Beli, where it proclaims peace against war. This gentleman who was doing all nice things surrender totally and says that peace is to be proclaimed. Redistribution is my motto. Social transformation, harmony, and peace is my motto. We are also proclaiming the same, is it not? All Christians are for peace. All humanity is for peace, irrespective of caste, class, and gender discriminations. We stand for peace and harmony. It is very close to the Jesus Christ and Christianity in general. However, in 1604, you see that church authorities in Kerala banned the Christians from attending festivals like Onam. We also have that history. Way back in 1604, we banned it. Later, there's a whole dynamics within the church taking place about various debates about this kind of thing. And public is not very aware of these debates. These actions must come out from various places, must come and tell that what are the motivating factors, which will better explain our better explanation and participation in these festivals. They reversed some of these rules and pursued festival celebration for evangelization. It was actually the colonizers who really understood the importance of these festivals, dances, and music in their colonies to propagate religion and for colonization. That itself is a different aspect. We have been doing this very intensively among the coastal communities because coastal cultures, maritime cultures are traditionally the cultures of the world. Even today, maritime cultures are dominant cultures. Later, several churches, including Marthoma Church, absorbed Onam festival, stripped off its Hindu roots, and celebrated the same in churches quoting Bible verses to legitimize our actions. And this is what we are doing today. And is there nothing wrong in that? I don't think so, because what is acceptable in the whole process of social mobilization and enrollment is what is accepted. And this takes place through a peaceful process of negotiation in festival enrollment. As I already mentioned, that Onam is also used as a political instrument for citizens' enrollment. Is there something wrong in that? I don't think so, because that anyway is how modern society move forward, and therefore we will have to live with it in its fuller sense. Now, the rest of the story is very quickly. I just quickly end the story very quickly. Now, then there's modern transformations of Kerala economy and society and impacts on Onam. This is, I also mentioned a little bit about this. I already mentioned that Onam festival can be an instrument in the hands of power groups, whether it is capitalists or priests or religious leaders or military leaders or instruments of capitalism. This is where I am now moving forward. Kerala, in fact, we all know, the story is known to us, transformed as a consumer state with the increased inflow of migrant capital. The diasporic outflow and things of that kind is well known to us. The Center for Development Studies has done several studies on migration and its impact on Kerala's economic development and social transformations and things like that. And people who live in Ernakulam, we are aware of this. The result is this, that our agrarian economy declined. Wealthy smart cities developed. Wealth got concentrated in certain pockets, both in Kerala and the rest of the India. We continued Onam celebrations with increased rigor within the limits of modern capital and modern markets. Markets are now offering better possibilities to celebrate Onam
and negotiate communities' enrollment in the whole process of celebrations. But where is this fundamental principles of redistribution? I'm coming to that a little later. Markets hijacked the Onam festival and enrolled people in very many ways, is the argument is all about. Economic disparities widened and financial capital drained outside the state. This is very crucial. Now, with the whole involvement of Malayalis outside contribution to this small region, actually, this capital was not very useful to us. It was drained outside, the studies indicate. Agrarian poor continued struggle for livelihoods. Redistribution of economic prosperity remained unattainable target for majority of the people. Festival, in fact, became a burden for the poor. The classical meaning of Onam is hence lost forever. And we look forward another new generation Mahabali to compose our sustainable future. And this is actually the opportunity and challenge that we are facing now. We have to have someone, a new Gen Mahabali, ready for sacrifice to compose peace and redistribution and a very sustainable future for our country and for our nation, for this citizens and communities in general. So I want to stop here. This is actually where I want to tell you that there are different ways that this composition, the future composition of sustainability and redistribution and festival could be composed. And if I get an opportunity to talk to you later in person, I will come and explain to you how this future composition is really possible through a process of incorporating human, non-human agencies and including women, children, the spirit of Onam is really possible. If you look at some of the images that has been used in Onams, you will see there are elephants, there is food, there is grass, there are women, children, there are different kinds of things. And modern Onam, we have computers and, all kinds of things, human, non-human involvement for sustainability compositions, things of that kind. So this is my message is all about. Therefore, to conclude my talk, I think there is full rationale in celebrating Onam, both in a multicultural society, which is very mandatory for all of us. We have to take part in this celebration, to enjoy, to cherish that we had a beautiful future. Our dream of we had a very beautiful past, and we live in a comfortable present. And this comfort zone has to be transferred to our offsprings and younger generations to come, the matter of sustainability. And I wish this festival become an instrument for all of you, as a community, to deliver peace, to deliver harmony, to deliver the spirit of redistribution to people who are in need. I wish you happy Onam. Thank you all. ചിന്തോദീപകമായ സന്ദേശം പകർന്നു നൽകിയ ഡോക്ടർ KT തോമസിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓണത്തിൻ്റെ സന്തോഷവും ആനന്ദവും ഒരു ഗാനരൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തിക്കുവാൻ സേവിക സംഘാംഗങ്ങളെ ക്ഷണിക്കുന്നു. കേളി കേട്ട നാടാകുന്ന കേരളമാണെൻ്റെ നാട്, കേരാവൃക്ഷം തിങ്ങിടുന്ന നല്ല നാടല്ലോ. കേളി കേട്ട നാടാകുന്ന കേരളമാണെൻ്റെ നാട്, കേരാവൃക്ഷം തിങ്ങിടുന്ന നല്ല നാടല്ലോ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോം. മാവേലി ഭരിച്ച നാട്, മാമലകളുള്ള നാട്, മാടത്ത് കിളികൾ ചാടി വികസിച്ച നാട്. മാവേലി ഭരിച്ച നാട്, മാമലകളുള്ള നാട്, മാടത്ത് കിളികൾ ചാടി വികസിച്ച നാട്. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോം. കായലുകളുള്ള നാട്, കായക്കൂല തിന്നും നാട്, പ്രായം ചെന്നവർക്കടയ്ക്ക കിട്ടിയിടും നാട്. കായലുകളുള്ള നാട്, കായക്കൂല തിന്നും നാട്, പ്രായം ചെന്നവർക്കടയ്ക്ക കിട്ടിയിടും നാട്. ഓ
ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേ. മഞ്ഞപ്പൂക്കൾ മുല്ലപ്പൂക്കൾ മയിലാഞ്ചിയുള്ള നാട്, മഞ്ജുളമാം കാഴ്ചകളും കാണുന്ന നാട്. മഞ്ഞപ്പൂക്കൾ മുല്ലപ്പൂക്കൾ മയിലാഞ്ചിയുള്ള നാട്, മഞ്ജുളമാം കാഴ്ചകളും കാണുന്ന നാട്. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതൈതോ. പച്ചപ്പട്ടു വിരിച്ചോരു പാടങ്ങളുമുള്ള നാട്, പച്ചക്കിളി മഞ്ഞക്കിളി നിറഞ്ഞ നാട്. പച്ചപ്പട്ടു വിരിച്ചോരു പാടങ്ങളുമുള്ള നാട്, പച്ചക്കിളി മഞ്ഞക്കിളി നിറഞ്ഞ നാട്. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതോ. ദൈവത്തിന്റെ സ്വന്തം നാട് പാലരിവട്ടം എന്ന നാട്, ഷാരോൺ പള്ളി നിൽക്കുന്നിടം ഈ വീടല്ലയോ. ദൈവത്തിന്റെ സ്വന്തം നാട് പാലരിവട്ടം എന്ന നാട് അല്ലയോ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതോ. സിവിക സംഘത്താമരത്ത് ചുക്കാൻ പിടിച്ചിരിക്കുന്ന സബുവച്ചനും സ്കറിയാച്ചനും കമ്മറ്റിക്കാരും. സിവിക സംഘത്താമരത്ത് ചുക്കാൻ പിടിച്ചിരിക്കുന്ന സബുവച്ചനും സ്കറിയാച്ചനും കമ്മറ്റിക്കാരും. ഓദിത്തൈതോ. പല പല കാലങ്ങളിൽ പല പല സെക്രട്ടറിമാർ പല പല ട്രഷറർമാരും ഇരുന്ന പള്ളി. പല പല കാലങ്ങളിൽ പല പല സെക്രട്ടറിമാർ പല പല ട്രഷറർമാരും ഇരുന്ന പള്ളി. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ബൈബിൾ സ്റ്റഡി ഫാസ്റ്റിംഗ് പ്രേയേഴ്സ് ഹോമിൽ കൂടി നടത്തുന്ന സെക്രട്ടറിക്കും മെമ്പേഴ്സിനും ഓണാശംസകൾ. ഐശ്വര്യവും സന്തോഷവും സ്നേഹവും സമൃദ്ധിയും നിറയട്ടെ ഒരുമയോടെ മനസ്സുകളിൽ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതോ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതോ. മനോഹരമായ ഗാനം ആലപിച്ച സേവിക സംഘ അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരോണക്കാലം കൂടി വരവായി. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. വിശാലമായ ആഘോഷങ്ങൾ, മനോഹരമായ നാടൻ പാട്ടുകൾ, ഗംഭീരമായ നൃത്തരൂപങ്ങൾ, ആവേശകരമായ കളികൾ, ഓണപ്പൂക്കളം എന്നിവ ഓണത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ്. അസുര രാജാവായ മഹാബലിയുടെ വാഴ്ചയുടെ കാലം എങ്ങും എല്ലായിടവും സമൃദ്ധിയുടെ കാലമായിരുന്നു. ഓണക്കാലത്ത് മഹാബലി രാജാവ് അദൃശ്യനായി തന്റെ പ്രജകളെ സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ഐതിഹ്യം. ക്രിസ്തീയ സമൂഹമായ നമുക്കും ഓണക്കാലം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും കാലമാണ്. വേർതിരിവുകളില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. തമ്മിലുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരാവിഷ്കാരമായി നമുക്ക് ഈ ഉത്സവത്തെ നോക്കിക്കാണാം. പട്ടിണിയുടെയും കൊറോണ മഹാമാരിയുടെയും ദുഃഖത്തിന്റെയും സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭങ്ങളിൽ അന്യോന്യം സ്നേഹം പങ്കിടുവാനും അന്യോന്യം കരുതുവാനും നമുക്ക് കഴിയട്ടെ. തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ട് മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ട് മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവാ
മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പോലെ പൂവേ പോലെ പൂവേ 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 പോലെ പൂവേ 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 പോലെ പൂവേ പോലെ പൂവേ 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 പോലെ പൂവേ പൂവേ. കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്ന സന്തോഷം പൂങ്കോടിക്കസവിട്ട് ഞാനിലാടുമ്പോൾ നിലവരഞ്ഞരുന്ന സംഗീതം സംഗീതം പൂവേ പോലെ പൂവേ പോലെ പൂവേ 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 പോലെ പൂവേ 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 പോലെ പൂവേ പോലെ പൂവേ 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 പോലെ പൂവേ പൂവേ. മാറ്റത്തിന് വിധേയമാകാത്ത ഒന്നു മാത്രമേ ഈ ലോകത്തുള്ളൂ, അതാണ് മാറ്റം. തലമുറകൾ കഴിയും തോറും ആഘോഷങ്ങളുടെ രീതിയും അനുഭവങ്ങളും മാറിവരും. മുതിർന്ന തലമുറയുടെ ഓണാഘോഷത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാനായി മിസ്റ്റർ പോൾ മാത്യുവിനെ ക്ഷണിക്കുന്നു. ഓണം എക്കാലത്തും സന്തോഷം തരുന്ന കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്. കർക്കിടകത്തിലെ കൊമ്പുകുത്തി കളിക്കുന്ന കാർമേഘങ്ങൾ ഒഴിഞ്ഞ് ഓണത്തെ വരവേൽക്കാൻ ഉത്സാഹത്തോടെ നിൽക്കുന്ന പൊന്നിൻ ചിങ്ങമാസ പുലരി. എൻ്റെ ബാല്യത്തിലും യൗവനത്തിലും മറക്കാൻ കഴിയാത്ത നല്ല ഓർമ്മയുടെ കാലമാണ് ഓണക്കാലം. ഊഞ്ഞാലാടിയും വള്ളം കളിക്കും സഹോദരങ്ങളും കൂട്ടുകാരുമൊത്ത് ഓണക്കളികളിൽ പങ്കുചേർന്നു. വീട്ടിൽ ഞങ്ങൾ മക്കൾ എല്ലാവരും മാതാപിതാക്കളോട് കൂടി ചേർന്ന് ഉപ്പേരിയും കുഴലപ്പവും ശർക്കര പുരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നതും എല്ലാം പച്ച പിടിച്ച ഓർമ്മകളായി നിൽക്കുന്നു. ആ ഗതകാല സ്മരണകൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുടെ ആൽമരമായി നിലകൊള്ളുന്നു. നാളെയെക്കുറിച്ചുള്ള ഭീതിയും അനിശ്ചിതത്വവും നിറഞ്ഞ ഇന്നിൻ്റെ സാഹചര്യത്തിൽ തെളിനീരിൻ്റെ ശുദ്ധിയും നന്മയുടെ പ്രസരിപ്പും സാഹോദര്യത്തിൻ്റെ സമഭാവനകളും നിറഞ്ഞ ഐശ്വര്യപൂർണമായ ഒരു ഓണക്കാലം കൂടി എല്ലാവർക്കും നേരുന്നു. മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? ഓണം കൊള്ളുവാൻ ഓർമ്മകൾ പങ്കിട് അഞ്ചിപ്പാട്ടൊന്നു പാടാമോ? ഓണം കൊള്ളുവാൻ ഓർമ്മകൾ പങ്കിട് അഞ്ചിപ്പാട്ടൊന്നു പാടാമോ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? ഓണക്കളികൾ ഒത്തിരി എന്നാൽ വള്ളംകളിക്കു പകരമല്ലേ? ഓണക്കളികൾ ഒത്തിരി എന്നാൽ വള്ളംകളിക്കു പകരമല്ലേ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? ഓണമെന്നതു ഐതിഹ്യമാണോ? നല്ല നാളതിൻ സ്വപ്നമല്ലേ? ഓണമെന്നതു ഐതിഹ്യമാണോ? നല്ല നാളതിൻ സ്വപ്നമല്ലേ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? ആദിവ്യാധികൾ പട്ടിണിയില്ല സുന്ദരമായൊരു കാലമല്ലേ? ആദിവ്യാധികൾ പട്ടിണിയില്ല സുന്ദരമായൊരു കാലമല്ലേ? മമലനാട്ടിലെ പൂങ്കുയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ?
മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? കള്ളപ്പറയും പൊളിവചനം ഇല്ലാത്ത നല്ലൊരു കാലമല്ലേ, കള്ളപ്പറയും പൊളിവചനം ഇല്ലാത്ത നല്ലൊരു കാലമല്ലേ. മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? പ്രളയം വന്നാലും കോവിഡ് വന്നാൽ മാമലനാട്ടിൽ ഓണമുണ്ട്. പ്രളയം വന്നാലും കോവിഡ് വന്നാലും മാമലനാട്ടിൽ ഓണമുണ്ട്. മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? ഓണം വന്നടി കായ് വറുക്കടി ഓണക്കോടി ഉടുത്തോടി വാടി. ഓണം വന്നടി കായ് വറുക്കടി ഓണക്കോടി ഉടുത്തോടി വാടി. മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? ഈശൻ നമ്മുടെ ആശ്രയമെന്ന ഭീതിയെന്നിയെ വാർത്തിടാമേ. ഈശൻ നമ്മുടെ ആശ്രയമെന്ന ഭീതിയെന്നിയെ വാർത്തിടാമേ. മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? മാമലനാട്ടിലെ പൂയിലെ ഓണപ്പാട്ടൊന്നു പാടാമോ? പഴയ കാലത്തിലേക്ക് ഒരു വെളിച്ചം വീശി തന്ന മിസ്റ്റർ പോൾ മാത്യുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഓണം പരിപാടിയുടെ സമാപനത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഇടവക സെക്രട്ടറിയായ മിസ്റ്റർ ഷിബുജി ഐപ്പിനെ ക്ഷണിക്കുന്നു. ഓർമ്മകളും 1000 പൂക്കളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമില്ലാതെ ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം. ഓണക്കാലത്തെ ഓർമ്മകൾ എല്ലാ മലയാളിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. പുതിയ പ്രതീക്ഷകളാണ് ഓരോ ഓണനാളുകളും നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഓണനാളുകൾ ഒരുമയുടെയും കൂടിച്ചേരലിൻ്റെയും പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നതാണ്. പ്രളയവും മഹാമാരിയും ഒക്കെ പിന്നിട്ടും നമ്മുടെ കേരളനാട് വർണ്ണങ്ങൾ ചാലിച്ച് പുഷ്പസുഗന്ധിയായി നിൽക്കുന്നു. ഈ ആകുലതകൾക്കിടയിൽ തോലടർന്ന് പിടിപൊട്ടിയ നമ്മുടെ മനസ്സുകളെ ചേർത്ത് നിർത്താനും അതിൽ ചെത്തിയും ചെന്താമരയും ഒക്കെ വിരിയിക്കുന്നതുമാകട്ടെ ഈ ഓണക്കാലം. ഏവർക്കും ഷാരോൺ മാർത്തോമ ഇടവകയുടെ സ്നേഹോഷ്മളമായ ഓണം ആശംസിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ പരിമിതികൾക്കുള്ളിലും വെർച്വലായി നടത്തുവാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ യുവനസഖ്യാംഗങ്ങൾ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇടവക വികാരി സാബു ഫിലിപ്പച്ചനും സഹവികാരി സ്കറിയ ജോണച്ചനും നൽകുന്ന നേതൃത്വം എന്നും സ്മരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള ഇടവകയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് മുഖ്യ പ്രഭാഷണം നൽകി തന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ KT തോംസൺ സാറിനോടുള്ള പാലാരിവട്ടം ഷാരോൺ മാർത്തോമ ഇടവകയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്ന യുവജന സഖ്യാംഗങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, സേവിക സംഘാംഗങ്ങൾ, സീനിയർ സിറ്റിസൺ അംഗങ്ങൾ ഏവരോടുമുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത യുവനസഖ്യം സെക്രട്ടറി മിസ്റ്റർ ജെഡിൻ ജെബി മാത്യുവിനോടുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ ആഘോഷങ്ങളും നമ്മുടെ മനസ്സിൽ നന്മയുടെ തിരികൊളുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും സന്തോഷകരമായ ഓണനാളുകൾ നേരുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് മിസസ് ശാന്തി ജേക്കബ് നേതൃത്വം നൽകുകയും തുടർന്ന് സാബു അച്ഛൻ്റെ ആശീർവാദത്തോടുകൂടി ഈ വർഷത്തെ നമ്മുടെ ഓണപരിപാടി സമാപ്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. Our loving Heavenly Father, we thank you for the beautiful Sunday morning. We thank you for this wonderful opportunity you gave us to come together through the Zoom platform. We thank you for being in our midst throughout the meeting. Lord, in this world of pandemic, it is your grace and grace alone that we are here and able to share the joy. Thank you for the wonderful Father, for all the grace upon us. Father, forgive us our iniquities, unforgiveness, all hurts and ungratefulness.
We praise you for dressing us each day with your mercies, love and faithfulness, which is new every morning. Each time we gather together, let us remember your steadfast love and help us to share that love, your love between us, O Lord. As we celebrate the festival of love, we are reminded of the cross at Calvary, where you shed your blood for the remission of our sins. We thank you for sending your Son to die for us while we were still sinners. We thank you for taking our punishment on the cross and giving us the privilege to be called your sons and daughters. We thank you for the unconditional love you shared on the cross. Help us to share that love to all around us. Father, we praise you for the gift of unity and the spirit created in our relationships. You place people in our lives and inspire us to work together with the gifts and talents we have been blessed with, and we see it fulfilled in this meeting. Lord, our time is your gift. We thank you for it. Lord, our talents are your gift. We thank you for it. Lord, our health and strength is your gift. We thank you for it. Lord, the spirit of love kindled in us is your gift. We thank you for it. We thank you that you have been able to we have been able to use our time, talents, and health and strength and spirit of love kindled in us for your glory. We pray for our church, Achans, and all the members of our parish. Bless them all, Lord. We especially pray for Achans. Bless Achans and help them to be instrumental in bringing more people to your fold and in building up your kingdom on earth. We pray for the Savior Sangam and the Youth League. May your hand be with us in all our activities and help us to work for your glory. Take our hand, guide our feet. May our hearts grow more like you each day and help us to share your love with the people around us. Lord, we thank you for the word, which is the fire and the cloud that precedes us and preserves our going out and coming in. Lord, walk by our side all the time. We thank you for hearing our prayers. We ask all this in the precious name of our Savior, Jesus Christ. Amen. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരുടെ ഇന്നും എന്നേക്കും ഇരുന്ന് പരിപാലിച്ച് ആഘോഷങ്ങളെ അർത്ഥവത്താക്കുകയും ജീവിതത്തെ മനോഹരമാക്കുകയും ചെയ്യുമാറാവട്ടെ. ആമേൻ.